പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വെള്ളിയാഴ്ച ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഒക്കെ ദിനമായി മാറട്ടെ. ഇന്നലെ ശരിക്കും നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ശരിക്കും എൻ്റെ ഏറ്റവും വലിയൊരു മരുന്നായിട്ട് ഈശോ നൽകിയത് കുമ്പസാരമാണ്. ചിലപ്പോഴൊക്കെ ഭയങ്കര സ്ട്രഗിള്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ പ്രതികൂലം, പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ ഒരു വഴി, യൂതിത്തെ പ്രാർത്ഥിച്ചില്ല, ദൈവമേ ഒരു വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കൂടെ കുമ്പസാരിക്കും. നിങ്ങൾ നോക്കണം സഹോദരങ്ങളെ, ശരിക്കും ഏങ്ങണ്ടിയൂർ പള്ളിയിൽ നിന്ന് ഇവിടെ ജെറുസലേമിൽ എൻ്റെ കുമ്പസാരക്കാരനായിട്ടുള്ള ലൂഷ്യസ് നരേപ്പറമ്പലച്ചൻ്റെ അടുത്തേക്ക് ദൂരെ ഇച്ചിരി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ അത് ബൈക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങോട്ട് പോകുന്നു. ശരിക്കും കൺഫഷൻ കഴിഞ്ഞ് വഴിക്ക് തന്നെ ഒരു കൃപ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫീൽ ചെയ്യണം. ഒരുങ്ങി പ്രാർത്ഥിച്ച് തലേ രാത്രി പരിശുദ്ധാത്മാവേ അനുതാപം നൽകണമേ. അങ്ങനെ നിങ്ങൾ ശരിക്കും ചെയ്തു നോക്കിയ സഹോദരങ്ങളെ, ഏത് പ്രശ്നമാണെങ്കിലും എൻ്റെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അനുഭവമാണ്. എത്ര പ്രതികൂലമാണെങ്കിലും ശരിക്കും അപ്പോൾ കുമ്പസാരിച്ചിരുന്ന് അങ്ങനെയൊക്കെ തോന്നും. അതൊക്കെ പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ്. നമ്മൾ ശരിക്കും നല്ലൊരു കുമ്പസാരം എഴുതി ഇന്നും പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ കുമ്പസാരിക്കുമ്പോൾ ഒരു ചെറിയ കുറുപ്പച്ഛൻ്റെ കയ്യിലുണ്ടാകും. ഞാൻ എന്നിട്ട് തലേ രാത്രി ദൈവമേ എനിക്ക് അനുതാപം നൽകണമേ, പരിശുദ്ധാത്മാവേ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രിയ സഹോദരങ്ങളെ, ഓരോ കുമ്പസാരവും എൻ്റെ ജീവിതത്തിൽ കർത്താവ് ആനന്ദം, അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നല്ല, പക്ഷേ ഈ ആനന്ദം കർത്താവ് നഷ്ടപ്പെടാതെ എനിക്ക് നൽകാറുണ്ട് ഈ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് മിക്ക പ്രവചനം 7:8. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും. അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ മുൻപിൽ കൂരിരുട്ടല്ല സഹോദരങ്ങളെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുപോലെ ഇരുട്ട്. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ ദൈവമാണ് എൻ്റെ വെളിച്ചം, എനിക്ക് വഴി തെറ്റുകയില്ല, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തുക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നപ്പോഴാണെന്നറിയാവോ? പിശാച് പാപം നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് നമ്മളതിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് കൂദാശകൾ സ്വീകരിക്കാൻ പറ്റില്ല, അനുതാപത്തോടെ പാപസങ്കീർത്തനം നടത്താൻ പറ്റില്ല. ഒരു പക്ഷേ യാന്ത്രികമായിട്ടൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും. യാന്ത്രികമായിട്ട് ബലിയർപ്പിക്കാൻ പറ്റും, യാന്ത്രികമായിട്ട് കുമ്പസാരിക്കാൻ പറ്റും, യാന്ത്രികമായിട്ട് ജപമാല ചെല്ലാൻ പറ്റും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കൃപ മുഴുവൻ പിശാച് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് വലിയ നിരാശയിലേക്ക്, അടിമത്തത്തിലേക്ക്, കുറ്റബോധത്തിലേക്ക്, ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ ഒരു തോന്നലുകളിലേക്ക് നമ്മെ എത്തിക്കും. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഡിപ്രഷൻ്റെ ഒക്കെ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയ സഹോദരങ്ങളെ. ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങൾ, ഈ യേശുവിലുള്ള ആശ്രയം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം ശരിക്കും പ്രിയ സഹോദരങ്ങൾ ഭയങ്കരമായൊരു ദുരന്തമായിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ ഈ ആശീർവാദ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഇതൊരു ഫെയ്ത്താണ് സഹോദരൻ. ഈ ഒരു വിശ്വാസത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.